ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരെയാണ്. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ ഒരു ഉപമ പറയുകയാണ്. 2 പുത്രന്മാരെ കുറിച്ചാണ് പറയുക. ആദ്യത്തെ പുത്രൻ്റെ അടുത്ത് നിന്ന് പിതാവ് പറയുകയാണ്, മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാവോ? അവൻ പോകാമെന്ന് പറഞ്ഞു, പോയില്ല. രണ്ടാമത്തവനോട് ചോദിച്ചു, അവൻ പോകില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവൻ പശ്ചാത്തപിച്ചു പോയി. എന്നിട്ട് ഈശോ ഒരു ചോദ്യം തൻ്റെ മുമ്പിലിരിക്കുന്നവരെ ചോദിക്കുകയാണ്. അത് പ്രകാരമാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21 അധ്യായം 31 വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? ഇവിടെ ഉയർത്തപ്പെടുന്ന ഒരു ചോദ്യം ഇതാണ്: ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? ആദ്യത്തെ വ്യക്തി പോകാമെന്ന് പറഞ്ഞു, പിതാവ് സന്തോഷമായി, പക്ഷെ പോയില്ല. രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു പോകില്ല എന്ന് പറഞ്ഞു, പിതാവിന് സങ്കടമായി, പക്ഷെ പശ്ചാത്തപിച്ചു പോയി. ചോദ്യം അവശേഷിക്കുക, ആരാ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? ഈ പ്രഭാതത്തിൽ ഈ ചോദ്യം നിന്റെ മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ്. സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടത്തിന് നീയും നിൻ്റെ കുടുംബവും എത്രത്തോളം വില നൽകുന്നുണ്ട്? അതെപ്പോഴും ഉയർത്തപ്പെടുന്നൊരു ചോദ്യമാണ്. വില നൽകണം. നിന്റെ ഇഷ്ടങ്ങൾക്കല്ല, സ്വർഗത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക്, ദൈവപിതാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വില നൽകണം. നീ അനുദിനം പ്രാർത്ഥിക്കുന്നില്ല, നിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഹിതം എങ്ങനെയാണ് നീ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക? ദൈവഹിതത്തിന് വില കൊടുക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ, നിന്റെ ഹിതത്തിന് വില കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെയും കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു